എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സിന്റെ ഒരു ക്ലാസ് ആണ്. അപ്പോൾ മാത്സ് ഒട്ടും അറിയാത്തവർക്ക് പോലും ബേസിക് മുതൽ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 5-6 പാർട്ട് വീഡിയോകളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ഡെസിമൽ നമ്പേഴ്സ് ആണ്. അതായത് ദശാംശ സംഖ്യകൾ എന്താണ്, ദശാംശ സംഖ്യകളുടെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ എന്താണ് ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്? ദശാംശ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, പോയിന്റ് ഇട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സംഖ്യകളെയാണ് ദശാംശ സംഖ്യകൾ എന്ന് പറയാം. 0.5, 0.007, 1.2 ഇങ്ങനെ പോയിന്റ് ഇട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. ഈ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് വരുന്നത്? ഈ പോയിന്റ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നറിയണ്ടേ? അപ്പോൾ അതിനു വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ 5/10, 5നെ നമ്മൾ 10 കൊണ്ട് ഹരിക്കുകയാണ്. 5നെ 10 കൊണ്ട് ഹരിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ പഠിച്ചല്ലോ. 5 ഹരിക്കണം 10 ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? 10 എന്ന് പറയുന്നത് 5ൽ പോകുമോ എന്ന് നോക്കാം. പോവില്ല. ഇനി നമുക്കിവിടെ വേറെ സംഖ്യകളൊന്നും കൂട്ടിയെടുക്കാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം സംഖ്യയും പോകുന്നില്ല, ഏതും ഇല്ല ഇറക്കിയിടാനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മുകളിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്? സംഖ്യയിൽ പോകുന്നില്ല, ഇനി ഇറക്കിയിടാനൊന്നുമില്ല, അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക. ഇനി 10 50ൽ എത്ര പ്രാവശ്യം പോകും? 5 10 50. അപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.5 എന്ന് കിട്ടി. ഓക്കെ, 5/10 ചെയ്തപ്പോൾ 0.5 എന്ന് കിട്ടി അല്ലേ? 0.5. ഇനി 5/100 ആണെന്ന് വിചാരിക്കാം. 5 ഹരിക്കണം 100 ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇതുപോലെ തന്നെ 100 5ന് പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു അല്ലേ? ഇനി ഒന്നും ഇറക്കിയിടാനൊന്നുമില്ല, അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കും. 100 50ൽ പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും നമുക്കൊരു 0ൻ്റെ ആവശ്യമുണ്ട് അല്ലേ? പോയിന്റ് ഇട്ടിട്ട് പോയില്ല, 50ൽ വീണ്ടും പോകുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യണം? മുകളിൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 0 കൂടി മുകളിൽ ഇട്ടാൽ പോരാ, ഇവിടെയും ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 500 ആയി. 500ൽ ഇനി എത്ര പ്രാവശ്യം 100 പോകും? 5 പ്രാവശ്യം പോകും. 5 100 500. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആൻസർ? പോയിന്റ് അല്ലേ? 0.05 എന്ന് നമുക്ക് കിട്ടി. ഇനി 5നെ തന്നെ 1000 കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിക്കാം. 5നെ 1000 കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? 1000 5ൽ പോകുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി ഇറക്കിയിടാൻ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. 50ൽ പോകുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും 0 ഇട്ട് കൊടുത്തു. വീണ്ടും എന്ത് ചെയ്യണം? ഇതിൽ പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും 0 ഇട്ട് കൊടുക്കുക. 500ൽ പോവില്ല, അപ്പോൾ വീണ്ടും 0 ഇട്ട് കൊടുത്തു. വീണ്ടും 5000ൽ പോകുമോ? 5000ൽ പോകും അല്ലേ? 1000 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. 5000 5000 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര ആൻസർ കിട്ടി? 5/1000 എന്ന് പറയുന്നത് 0.005 അല്ലേ? അപ്പോൾ എന്താണ് ഈ ആൻസറിൻ്റെ എല്ലാം പ്രത്യേകത? ഇങ്ങനെ ഹരിച്ച് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ആൻസർ എഴുതാം. പക്ഷെ അത് എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, 5നെ 10 കൊണ്ട് ഹരിച്ചപ്പോൾ 0.5, 5നെ 100 കൊണ്ട് ഹരിച്ചപ്പോൾ 0.05, 5നെ 1000 കൊണ്ട് ഹരിച്ചപ്പോൾ 0.005. എന്താണ് ഈ സംഖ്യയുടെ പ്രത്യേകത? ഇവിടെ 5/10 ആയിരുന്നപ്പോൾ 10ന് എത്ര 0 ഉണ്ട്? ഒരു 0 ആണ് അല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനം. ഇവിടെ 5/100 എന്ന് പറയുമ്പോൾ ഇവിടെ 2 0 ഉണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 2. ഇവിടെ 1000ന് 3 0 ഉണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 2 3. കണ്ടോ? അപ്പോൾ നമ്മൾ താഴെ ഹരിക്കുന്നത് 10 100 1000 10000 എത്രയാണെങ്കിലും
അതിൽ എത്ര സീറോ ഉണ്ടോ അത്രയും സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് നമ്മുടെ ആൻസറിൽ ഉണ്ടാവും. അതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് ഇവിടെ 0.5 എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയണം 5നെ 10 കൊണ്ട് ഹരിച്ചതാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമേ ഉള്ളൂ. മനസ്സിലായോ? പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമേ ഉള്ളൂ. ഇനി ഇവിടെ 0 നോക്കുക, 0.007. 007 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1, 2, 3 സ്ഥാനമുണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കും? ഇവിടെ 7 ആണുള്ളത്. അപ്പോൾ 7നെ 3 സ്ഥാനം ഉള്ളതുകൊണ്ട്, അതായത് 1000 കൊണ്ട് ഹരിക്കുന്നതായിരിക്കും ഇത്. ഇവിടെ 1.2 പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 2, ഒരു സ്ഥാനമേ ഉള്ളൂ അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമായതുകൊണ്ട് ഈ പോയിന്റ് ഇല്ലാതെ ഈ സംഖ്യ എത്രയാണ്? 12. 12നെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം വേണമെങ്കിൽ 10 കൊണ്ട് ഹരിച്ചതായിരിക്കും 1.2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ദശാംശ സ്ഥാനം വരുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇവിടെ നോക്കുക, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എഴുതുക? ഹരിക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 5/10 എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ 5/10 ആണെങ്കിൽ ഈ 5 ആയിരിക്കും നമ്മുടെ ആൻസറിൽ ഉണ്ടാവുക. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം എന്നുള്ളത് താഴെ നോക്കുക. 10ൽ ഇവിടെ 0 ആണ് അല്ലേ? അപ്പോൾ ഒരു സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഈ 5 കഴിഞ്ഞ് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ആയില്ലേ? ഇനി 5/100 ആവുമ്പോൾ 5 ഇവിടെ എഴുതി, ഇവിടെ 2 0 ആണ് അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം? 2 സ്ഥാനം വേണം. ഇവിടെ 5 എന്ന് പറയുന്നത് ഒരു സംഖ്യയുള്ളൂ. അപ്പോൾ 2 സ്ഥാനം വേണമെങ്കിൽ എന്ത് ചെയ്യുക? ബാക്കിൽ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായി. ഇനി 5/1000 ആവുമ്പോൾ എന്ത് ചെയ്യുക? 5 ഇവിടെ ഉണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 0 ആണ് 1000-നുള്ളത് അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം വേണം. ഇവിടെ 5 എന്ന് പറയുന്നത് ഒരു സംഖ്യയുള്ളൂ. അപ്പോൾ 3 സ്ഥാനം ആക്കണമെങ്കിൽ ബാക്കിലോട്ട് 2 0 ഇട്ട് കൊടുത്തിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പോയിന്റ് 0.05. ഈ രീതിയിലാണ് നമ്മൾ ദശാംശ സ്ഥാനമാക്കിയിട്ട് എഴുതുന്നത്. ഇത് മനസ്സിലായല്ലോ. ഇനി ഈ ദശാംശ സ്ഥാനത്തെ സാധാരണ സംഖ്യയാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഗുണിച്ചാൽ മതി. ഇവിടെ 0.5 ആണ്. 0.5നെ 5 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമായതുകൊണ്ട് 10 കൊണ്ട് ഗുണിക്കാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായതുകൊണ്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 0.05നെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 5 കിട്ടും. 0.0005നെ 1000 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. മനസ്സിലായോ? 0.5 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് അതിനെ ഒരു 0 ഉള്ള 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ 5 ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇവിടെ 0.05 ആണ്. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 0 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് സാധാരണ സംഖ്യ ആക്കിയിട്ട് 5 ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇനി 0.005 പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ഉണ്ടെങ്കിൽ അതിനെ 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 5 ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ദശാംശ സംഖ്യ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആ ദശാംശ സംഖ്യനെ ഒരു സാധാരണ സംഖ്യ ആക്കിയിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ദശാംശ സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ പഠിക്കാം. ഇവിടെ നോക്കുക, 3 + 1.6. എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ നമ്മൾ കൂട്ടുക? ഇവിടെ നോക്കുക, ആദ്യം 3 അല്ലേ? പ്ലസ്, ഞാൻ എന്തിനാണ് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലസ് ഇട്ടത്? ഇവിടെ 1.6 ആണ്, അതുകൂടെ എഴുതാനുള്ള സ്ഥലം വേണ്ടേ? അപ്പോൾ 3 + 1.6. ഈ 1 എവിടെയാണ് എഴുതേണ്ടത്? നമ്മൾ ഏത് സംഖ്യയും തുടങ്ങുമ്പോൾ ആദ്യത്തെ സംഖ്യ തുടങ്ങി അതേ പോയിന്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1.6, 1 3ൻ്റെ താഴെ എഴുതുക, 0.6. എങ്ങനെയാണ് ഇത് കൂട്ടുക? ഇവിടെ പ്രത്യേകിച്ച് സംഖ്യ ഒന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ പോയിന്റിന് നേരിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നും ഇട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ഈ 6നെ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അതുപോലെ ഇറക്കി എഴുതാം. ഈ പോയിന്റിനെയും അതുപോലെ ഇറക്കി എഴുതാം. 3ഉം 1ഉം കൂടെ കൂട്ടി എത്രയാണ്? 4. അപ്പം 4.6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, 0.4 + 0.3. എങ്ങനെയാണ് എഴുതുക? 0.4 + 0.3 എന്ന് പറയുന്നത് അതിൻ്റെ നേരിട്ട് തന്നെ എഴുതാം. ഓക്കെ, 0.4 + 0.3. പോയിന്റ് കറക്റ്റായിട്ട് ഒരേ ലൈനിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഡെസിമൽ നമ്പേഴ്സിൻ്റെ കേസിൽ പോയിന്റ് കറക്റ്റ് ഒരേ നിരയിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക, 4ഉം 3ഉം കൂടെ കൂട്ടി എത്രയാണ്? 7. പോയിന്റ് അതുപോലെ ഇറക്കി എഴുതുക. 0ഉം 0ഉം കൂടെ കൂട്ടി എത്രയാണ്? 0. അപ്പോൾ 0.7 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, പോയിന്റ് ഒരേ നിരയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നമ്പേഴ്സ് നോക്കുക, 5.87 + 0.3. എങ്ങനെയാണ് എഴുതുക? ആദ്യം 5.87 + 0.3. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഫസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ 0 എവിടെയാണ് ഇതാ 0 പോയിന്റ് ഒരേ നിരയിൽ വരണം. 0.3 എഴുതി. ഇനി ഇവിടെ 7 ഇവിടെ താഴെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, സാധാരണ പോലെ ഇറക്കി എഴുതുക. 8ഉം 3ഉം കൂടി കൂട്ടി എത്രയാണ് 11. ഇവിടെ പോയിന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ മൊത്തം 11 എന്ന് എഴുതി വെക്കാൻ പാടുമോ? എന്നിട്ട് ഇവിടെ 5 ഇട്ട് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. നമ്മൾ എന്നും എങ്ങനെയാണോ സാധാരണ കൂട്ടുന്നത് എങ്ങനെയാണോ അത്രയും തന്നെ അതുപോലെ തന്നെ കൂട്ടുക. ഇടയിലൊരു പോയിന്റ് ഉണ്ട് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 8ഉം 3ഉം കൂടെ കൂട്ടി എത്രയാ 11. 11ൻ്റെ 1 ഇവിടെ എഴുതുക, ബാലൻസ് 1 ഇവിടെ ശിഷ്ടം പോകും. ഈ പോയിന്റ് നടുക്കുള്ളത് അതുപോലെ ഇറക്കി എഴുതുക. ഈ 5ഉം ബാലൻസ് ഉള്ള 1 കൂടെ കൂട്ടുക. അപ്പോൾ 5ഉം 1 കൂടെ കൂട്ടി എത്രയാണ് 6. അപ്പോൾ 6.17 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സാധാരണ കൂട്ടുന്നത് പോലെ തന്നെ ഇടയ്ക്കൊരു പോയിന്റ് ഉണ്ടെന്നേ ഉള്ളൂ. ആ പോയിന്റ് ഒരേ നിരയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത നമ്പർ നോക്കാം. 4.08 പ്ലസ് 4.821. എവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം? 4ൻ്റെ താഴെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം 4.821 എഴുതി. ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാതെ അതുപോലെ ഇറക്കി എഴുതാം. ഇവിടെ 8ഉം 2ഉം കൂടെ കൂട്ടിയാൽ 10 ആണ്. 10ന് എന്ത് നമ്മൾ എഴുതാം 0 എഴുതും. ബാലൻസ് 1 എവിടെ പോവും? അടുത്ത നമ്പറിന് മുകളിൽ പോവും. 8ഉം ഈ ബാലൻസ് 1 കൂടെ കൂട്ടുമ്പോൾ 9. ഇവിടെ 0 അല്ലേ. അപ്പോൾ 9 എഴുതി. ഈ പോയിന്റ് എന്ത് ചെയ്യുക അതുപോലെ ഇറക്കി എഴുതുക. 4ഉം കൂടെ കൂട്ടി എത്രയാണ് 8. നമ്മുടെ ആൻസറായി 8.901 എന്ന് കിട്ടി. ഓക്കെ, പോയിന്റ് കറക്റ്റായിട്ടുള്ള വരിയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. തുടങ്ങുന്നത് എഴുതുന്നതും ഒരേപോലെ ഫസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നോക്കുക. 4 + 0.02 എങ്ങനെയാണ് എഴുതുക? 4 + 0.02 0.02. ഓക്കെ, 0 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ എഴുതുക. ബാക്കി അങ്ങോട്ട് ബാലൻസ് പോയാലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നമുക്ക് അത് അതുപോലെ തന്നെ ഇറക്കി ഇട്ടാൽ മതി. മനസ്സിലായോ? 2 ഇവിടെ എഴുതി, 0 ഇവിടെ എഴുതി, പോയിന്റ് ഇറക്കിയിട്ടു. 4ഉം 0ഉം കൂടെ കൂട്ടിയാൽ 4. എഴുതുമ്പോൾ തുടങ്ങുമ്പോൾ ഒപ്പം തന്നെ തുടങ്ങുക. ബാലൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോയിക്കോട്ടെ. അത് അതുപോലെ ഇറക്കി ഇട്ടാൽ മതി. ഇതുപോലെ ഒന്നും കൂടെ ചെയ്യാം. 5 + 0.17 ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, 5 + 0 ഫസ്റ്റ് തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ എഴുതണം. 0.17 എന്ത് ചെയ്യുക, 7 ഇറക്കിയിടുക, 1 ഇറക്കിയിടുക, പോയിന്റ് ഇറക്കിയിടുക. 5 0 കൂടെ കൂട്ടി 5. അപ്പോൾ എത്ര കിട്ടി? 5.17 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകൾ എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത്. പോയിന്റ് ഒരേ നിരയിൽ വരണം. എഴുതുമ്പോൾ സ്റ്റാർട്ടിങ് ഒപ്പമായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ദശാംശ സംഖ്യകൾ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക. 4.61 - 2.01. നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. കുറയ്ക്കലാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പോയിന്റ് കറക്റ്റായിട്ട് വരണം. എഴുതുന്നത് തുടക്കം കറക്റ്റായിട്ട് എഴുതണം. അത്രയേ ഉള്ളൂ. നോക്കുക. 4.61 - 2 എവിടെ നിന്നാണ് എഴുതുക? 4ൻ്റെ താഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 2.01. ഓക്കെ, കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മൾ സാധാരണ കുറയ്ക്കുന്നത് പോലെ 1ൽ നിന്ന് 1 പോയാൽ എന്താ 0, 6ൽ നിന്ന് 0 പോയാൽ എന്താണ് 6 തന്നെ. പോയിന്റ് അതുപോലെ ഇറക്കിയിടുക. 4ൽ നിന്ന് 2 പോയാൽ എത്രയാ 2. അപ്പം നമ്മുടെ ആൻസറായിട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമ്പർ നോക്കുക. 5.216 മൈനസ് ഇനി എന്താണ് 2 എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? 5ൻ്റെ താഴെ നിന്ന് തന്നെ 2.82. ഇനി ഇവിടെ കുറയ്ക്കുമ്പോൾ 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അത് അതുപോലെ ഇറക്കിയിടുക. ഇനി 1ൽ നിന്ന് 2 പോവോ? ഇല്ല. നമ്മൾ സാധാരണ എങ്ങനെയാണ് കുറയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കടം എടുത്തിട്ട് അല്ലേ? അതുപോലെ തന്നെ 1ൽ നിന്ന് 2 പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് 1 കടം എടുക്കുക. അപ്പോൾ എത്രയാവും? 11 ആവും അല്ലേ? 11ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 9. കടം എടുത്ത് കുറയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കുന്നത് പഠിക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. 11ൽ നിന്ന് 2 പോയി എത്രയാണ് 9. ഇവിടെ നിന്ന് 1 അങ്ങോട്ട് കടം പോയപ്പോൾ ഇവിടെ എത്രയായി 1 ആയി അല്ലേ? 1ൽ നിന്ന് 8 പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത നമ്പറിൽ നിന്ന് കടം എടുക്കണം. അപ്പോൾ ഇങ്ങോട്ട് 1 പോകുമ്പോൾ ഇവിടെ എത്രയായി? വീണ്ടും 11 ആയി. 11ൽ നിന്ന് 8 പോയി എത്രയാണ് 3. ഇവിടെ പോയിന്റ് ഉണ്ട്, അത് എഴുതാൻ മറക്കരുത്. ഇനി ഇവിടെ എത്രയായി? 5ൽ നിന്ന് 1 അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ 4 ആയി. 4ൽ നിന്ന് 2 പോയി എത്രയാണ് 2. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. സാധാരണ കുറയ്ക്കുന്നത് പോലെ തന്നെ ഇടയിൽ പോയിന്റ് ഉള്ളത് ഇടാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ കടമെടുക്കുന്നതും എല്ലാം സാധാരണ പോലെ പോയിൻ്റ് ഇടയിലുണ്ട് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ ആണല്ലോ. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഇവിടെ നോക്കുക, 9.218 മൈനസ് 0.31. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ 9.218 മൈനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9ൻ്റെ താഴെ തന്നെ ആയിരിക്കണം, 0.31. ഓക്കെ, ഇനി ഇവിടെ 8ൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? 8 അതുപോലെ ഇറക്കിയിടുക. 1ൽ നിന്ന് 1 പോയി എത്രയാണ്? 0 ആണ്. 2ൽ നിന്ന് 3 പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? 9ൽ നിന്ന് 1 അങ്ങോട്ട് കടം എടുക്കണം. അപ്പോൾ ഇവിടെ എത്രയായി? 12 ആയി. 12ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 9. പോയിൻ്റ് അതുപോലെ ഇറക്കിയിട്ടു. ഇവിടെ നിന്ന് 1 അങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ 8 ആയി. 8ൽ നിന്ന് 0 പോയാൽ 8 തന്നെ. അപ്പോൾ നമ്മുടെ ആൻസറായി 8.908. ഓക്കെ, സാധാരണ കുറയ്ക്കുന്നത് പോലെ. ഇനി 7.674 മൈനസ് 5. 5 എന്ന് പറയുമ്പോൾ 5 മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ താഴെ എഴുതി. ഇനി ഇവിടെ എന്ത് ചെയ്യുക? 4 ഇറക്കിയിടുക, 7 ഇറക്കിയിടുക, 6 ഇറക്കിയിടുക. ഇവിടെ ഒന്നുമില്ല, അപ്പോൾ 0 എന്നാണ് അർത്ഥം. പോയിൻ്റ് അതുപോലെ ഇറക്കിയിട്ടു. 7ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 2. അപ്പോൾ നമ്മുടെ ആൻസറായി 2.674. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ദശാംശ സംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. നമ്മൾ സാധാരണ എങ്ങനെയാണോ കൂട്ടുന്നത്, എങ്ങനെയാണോ കുറയ്ക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇടയ്ക്കുള്ള പോയിന്റ് അതുപോലെ ഇടണം. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും പഠിച്ചു. ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ അല്ലാതെ മാറ്റുന്നതെന്ന് പഠിച്ചു. അല്ലെ, ഒരു സാധാരണ സംഖ്യ എങ്ങനെയാണ് ദശാംശ സംഖ്യ ആവുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ദശാംശ സംഖ്യകളുടെ ഗുണനവും ഹരണവുമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്